കുട്ടികളെ ഓണം എക്സാമുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ റിവിഷൻ ടോപ്പിക്കാണ് എടുക്കുന്നത്. ക്ലാസ് 5 മാത്തമാറ്റിക്സിൻ്റെ ആദ്യത്തെ 2-3 ചാപ്റ്റേഴ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചാപ്റ്റർ ലൈൻസ് ആൻഡ് സർക്കിൾസ് ആണ്. അപ്പോൾ ലൈൻസ്, നമ്മൾ വിവിധ തരത്തിലുള്ള ലൈൻസിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ലൈൻസ് വിവിധ തരത്തിലുണ്ട്. ഇത് സ്ലിപ്പിംഗ് ലൈൻ അഥവാ ഹൊറിസോണ്ടൽ ലൈൻ, ഇത് സ്ലാൻഡഡ് ലൈൻ അഥവാ ചരിഞ്ഞ ലൈന്, ഇത് സ്റ്റാൻഡിംഗ് ലൈൻ അഥവാ അപ്രൈറ്റ് ലൈൻ, വെർട്ടിക്കൽ ലൈൻ. അങ്ങനെ കുത്തനെ മുകളിലേക്കുള്ള വരകളെ നമ്മൾ അപ്രൈറ്റ് ലൈൻ അഥവാ വെർട്ടിക്കൽ ലൈൻ എന്നൊക്കെ പറയും. ഇത് സ്വല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെരിഞ്ഞിരിക്കുന്ന തരം വരകളാണ് സ്ലാൻഡഡ് ലൈൻ. ഇത് സ്ലീപ്പിംഗ് ലൈൻ അഥവാ ഹൊറിസോണ്ടൽ ലൈൻ, അല്ലെങ്കിൽ തിരശ്ചീനമായ വര, നേർരേഖ എന്നൊക്കെ നമുക്ക് പറയാം. ഇത്തരം 3 ടൈപ്പ് വരകൾ ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന രൂപങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്തരം വരകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന 3 ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ചിത്രത്തിന്റെ പേരെന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ആണ്. ഇത് ചതുരം. റെക്റ്റാങ്കിൾ എന്താണ്? റെക്റ്റാങ്കിളിന്റെ പ്രത്യേകത നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ വശത്തിന്റെ നീളം തന്നെയാണ് ഇതിന്റെ നേർ എതിർഭാഗത്ത് ഓപ്പോസിറ്റ് സൈഡിലുള്ള നീളം. ഈ 2 വശങ്ങളും ഒരേ നീളമാണ്. അതുപോലെ ഈ 2 വശങ്ങളും ഒരേ നീളമാണെന്ന് മാത്രവുമല്ല, ഈ വര എങ്ങനെയുള്ള വരയാണ്? കുത്തനെ മുകളിലേക്കുള്ള വരയാണ് അല്ലെ, വെർട്ടിക്കൽ ലൈനാണ്, അല്ല അപ്രൈറ്റ് ലൈനാണ് 2 സൈഡിലും വരച്ചിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെയുള്ള സ്ലീപ്പിംഗ് ലൈൻസും ചരിഞ്ഞ വരകളും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു രൂപമാണ്. ഇതിലും അങ്ങനെ തന്നെ ചരിഞ്ഞ വരകൾ. അപ്പൊ ഇതിന് നമ്മൾ പറയുന്ന പേര് പാരലലോഗ്രാം എന്നാണ് കേട്ടോ. പാരലലോഗ്രാം, അതിന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് സാമാന്തരികം. ഇത് ട്രപ്പീസിയം അഥവാ ലംബകം. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ ലംബകത്തിന്റെ ഈ 2 ഇരുവശങ്ങളിലുമുള്ള ചെരിഞ്ഞ വര നമ്മൾ നീട്ടി വരച്ചാൽ നമുക്ക് എന്ത് ലഭിക്കും? ചെരിഞ്ഞ വരകൾ നീട്ടി വരച്ചാൽ നമുക്ക് കിട്ടുന്നത് ഒരു ത്രികോണമാണ്, ട്രയാങ്കിൾ ആണ്. നമുക്ക് ട്രയാങ്കിൾ കൺസ്ട്രക്ഷനും നമുക്ക് ഇതിനകത്ത് പഠിക്കാം. ഓക്കെ, ഇവിടെ ഒരു ചോദ്യം കൊടുത്തിരിക്കുന്നത്, ഈ പുസ്തകത്തിലെ ഈ കാണിച്ചിരിക്കുന്ന ഈ ചിത്രം 5 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയും വരുന്ന രീതിയിലുള്ള ഒരു ചതുരം നിർമ്മിക്കുക, ഒരു റെക്റ്റാങ്കിൾ നിർമ്മിക്കുക എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കതെങ്ങനെ ചെയ്യാം നോക്കാം. ആദ്യം 5 സെന്റിമീറ്റർ ലെങ്ത്തിൽ നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു. 5 സെന്റിമീറ്റർ ലെങ്ത്തിൽ. ഇനി നമുക്ക് ഈ താഴെ പറഞ്ഞിരിക്കുന്ന ഈ പാരലോഗ്രാം എന്ന് വരച്ചു നോക്കിയാലോ. ഇത് 5 സെന്റിമീറ്റർ ആണ്, ഇത് 3 സെന്റിമീറ്റർ ആണ്, ചരിവും ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിലുള്ള സെറ്റ് സ്ക്വയറിന്റെ കോണളവുകളൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചു പോയതാണ്. ഒന്നുകൂടി പറഞ്ഞേക്കാം. സെറ്റ് സ്ക്വയറിൽ 3 ആംഗിൾസ് ഉണ്ട്. ഇതിൽ കുത്തനെ വെർട്ടിക്കൽ ലൈൻസ് വരുന്ന ഈ ഭാഗം ഇവിടെ എത്രയാണ്? ഇവിടെ 90 ഡിഗ്രിയാണ്, ഇവിടെ 60 ഡിഗ്രിയാണ്, ഇവിടെ 30 ഡിഗ്രിയാണ് ഈ സൈഡിൽ. അപ്പം ഡിഗ്രിയെ പറ്റി നിങ്ങൾക്ക് അത്ര ധാരണയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ ചരിഞ്ഞ ഈ വശം, ഈ കൂർത്ത ഈ ഭാഗമാണ് നിങ്ങൾ പാരലോഗ്രാം വരയ്ക്കാൻ വേണ്ടി, ഈ ആദ്യത്തെ ചിത്രം വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. നമുക്കൊന്ന് വരച്ചു നോക്കാം. ആദ്യം നമ്മൾ 5 സെന്റിമീറ്റർ ലെങ്ത്തിൽ ഒരു വര വരയ്ക്കുന്നു. അതിനുശേഷം പ്രൊട്രാക്ടറിൻ്റെ ഈ കോർണർ കറക്റ്റായിട്ട് ഈ ലൈനിൽ കറക്റ്റായിട്ട് നമ്മൾ വെച്ചിട്ട് എത്ര മെഷർ ചെയ്യണം? നമ്മൾ 3 സെന്റിമീറ്റർ മെഷർ ചെയ്യണം. 3 സെന്റിമീറ്റർ മെഷർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോണം. ദാ ഇവിടെ നിന്ന് ഇവിടെ വരെ ഉള്ളതാണ് 1 സെന്റിമീറ്റർ, ഇവിടെ വരെ 2 സെന്റിമീറ്റർ, ഇവിടെ വരെയാണ് 3 സെന്റിമീറ്റർ. അവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഇവിടെ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ പോലും ഇവിടെ മുതൽ ഇവിടെ വരെയാണ് 1 സെന്റിമീറ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു. ഒന്ന് മാറ്റിയതിന് ശേഷം എന്ത് ചെയ്യുക? സ്കെയിൽ ഉപയോഗിച്ച് കറക്റ്റായിട്ട് കോർണർ ചേർത്ത് നമ്മൾ വരയ്ക്കണം കേട്ടോ. മനസ്സിലായല്ലോ? പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് ഈ കോർണർ ഇവിടെ വെക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ കോർണർ വെക്കണമല്ലോ. അപ്പം നമുക്ക് താഴെ സ്ട്രെയിറ്റ് ലൈൻ ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ലൈന് കുറച്ചും കൂടി നമ്മൾ എന്ത് ചെയ്യുക? എക്സ്റ്റെൻഡ് ചെയ്യുക. ആദ്യമേ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടും 5 മാർക്ക് ചെയ്താലും കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ അതേ പോയിന്റിൽ എന്ത് ചെയ്യുക? വീണ്ടും ഈ സെറ്റ് സ്ക്വയർ ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്തതിന് ശേഷം 1, 2, 3 മെഷർ ചെയ്തിട്ട് സ്കെയിൽ ഉപയോഗിച്ച് അത് ജോയിൻ ചെയ്ത് വരയ്ക്കുക.
അതിനുശേഷം എന്ത് ചെയ്യുക, ഈ രണ്ടെണ്ണവും കൂടെ തമ്മിൽ യോജിപ്പിച്ച്. ഇതും റെക്റ്റാങ്കിളിനെ പോലെ തന്നെ എന്ത് സംഭവിച്ചു, നമ്മൾ ഇത് രണ്ടും മെഷർ ചെയ്തെങ്കിൽ ഇത് മെഷർ ചെയ്തില്ല. അപ്പോൾ ഇത് 5 cm ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതും എന്ത് തന്നെ വരും. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ആർ ഓൾസോ ഈക്വൽ എന്ന് തന്നെ കിട്ടും. ഓക്കെ, അടുത്തത് നമുക്ക് ഈ ട്രപ്പീസിയം ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ട്രപ്പീസിയം വരയ്ക്കാൻ വേണ്ടി അതേ സെയിം മെത്തേഡ് തന്നെ നമ്മൾ ഉപയോഗിക്കുക. എന്ത് ചെയ്യുക, 5 cm ലെങ്ത്തിൽ ഒരു ലൈൻ വരച്ചു. ഇനി നമ്മൾക്ക് വേണ്ടത് ഈ സെറ്റ് സ്ക്വയറിൻ്റെ തന്നെ ഈ മൂല ഉപയോഗിച്ച് ഈ വശത്ത് നിന്നും അതേ മൂല തിരിച്ചു വെച്ച് ഈ വശത്ത് നിന്നുമാണ് വരയ്ക്കേണ്ടത്. അപ്പം നമുക്ക് ട്രപ്പീസിയം ലഭ്യമാവും. അപ്പം ട്രപ്പീസിയത്തിൻ്റെ ഈ ഒരു മൂല വെച്ചുകൊണ്ട് നമ്മൾ എത്ര സെൻറ്റിമീറ്റർ അളക്കുന്നു, 3 സെൻറ്റിമീറ്റർ. 1 2 3 മെഷർ ചെയ്യുന്നത് കണ്ടോണം കേട്ടോ. ഇനി എന്ത് ചെയ്യുക, നമ്മളത് സ്കെയിൽ ഉപയോഗിച്ച് അത് ജോയിൻ ചെയ്യാം. അതേപോലെ സെറ്റ് സ്ക്വയർ തിരിച്ചു വെച്ചതിന് ശേഷം ഇവിടെ നിന്നും നമ്മൾ എത്ര സെൻറ്റിമീറ്റർ മെഷർ ചെയ്യുന്നു, 3 സെൻറ്റിമീറ്റർ. 1 2 3. ഇനി എന്ത് സംഭവിക്കുന്നത്, ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് വരച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ആ പറഞ്ഞിരിക്കുന്ന ട്രപ്പീസിയം വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ട്രപ്പീസിയത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം നോക്കൂ. ഈ ലൈൻസ് വെറുതെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താൽ മതിയോ, മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ അവ തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ പോയിന്റ് ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? ടീച്ചർ പറഞ്ഞ ഐഡിയ ഉപയോഗിച്ച് ഈ കളർ ചെയ്ത ചിത്രങ്ങളൊക്കെ വരച്ച് നോക്കണം. ഈ ചിത്രം കൂടി ടീച്ചർ വരച്ച് കാണിക്കും. നമുക്ക് ഈ കളർ ചെയ്യാത്ത ചിത്രം വരച്ച് നോക്കാം. ഓൾറെഡി നമ്മൾ 5 cm 3 cm വരച്ച് വെച്ചിട്ടുണ്ടല്ലോ. ആ 5 cm 3 cm വരച്ചതിനകത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഈ തേർഡ് ചെറിയ മൂല ഉണ്ടല്ലോ, കൂർത്ത മൂല, ആ മൂല ഉപയോഗിച്ച് അവിടെ എത്ര സെൻറ്റിമീറ്റർ വരയ്ക്കുക, നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കണേ. അവിടെ നമ്മൾ 2 സെൻറ്റിമീറ്റർ ആണ് അളക്കേണ്ടത്. അപ്പോൾ 1 2 സെൻറ്റിമീറ്റർ അളന്നു. അപ്പം നമുക്ക് ഈ സൈഡിൽ അതുപോലെ തന്നെ വെക്കണമെങ്കിൽ ലൈൻ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതുണ്ടല്ലോ, ടീച്ചർ മുമ്പ് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ലൈൻ ജസ്റ്റ് ഒരല്പം എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ വശത്ത് നിന്ന് എത്ര എടുക്കണം, അവിടെയും നമ്മൾ 2 സെൻറ്റിമീറ്റർ എടുക്കണം. 1 2 cm. എന്നിട്ട് എന്ത് ചെയ്യുക, ആ വരകൾ തമ്മിൽ യോജിപ്പിക്കുക. ആദ്യം വരച്ച പോയിന്റുകൾ തമ്മിൽ ചേർക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ? അതിനുശേഷം ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് സെറ്റ് സ്ക്വയറിൻ്റെ ഈ ആദ്യം വരച്ച മൂലയില്ലേ, ആ മൂല നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ വെച്ചതിന് ശേഷം ഈ ചതുരപ്പെട്ടിക്ക് എല്ലാ വശവും ഒരേ പൊക്കമല്ല. അപ്പോൾ നമ്മളിവിടെ എത്ര മെഷർമെൻറ്റ് എടുക്കണം, 3 സെൻറ്റിമീറ്റർ തന്നെ കറക്റ്റായിട്ട് നമ്മൾ ഈ പോയിന്റ് കറക്റ്റാക്കി 3 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യുന്നു. 1 2 3 കാണാമല്ലോ എല്ലാവർക്കും. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ആ പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുക. ഇതൊക്കെ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി എന്ത് ചെയ്യുക, ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ കൊടുത്ത് അതിനെ നല്ല ഭംഗിയാക്കി മാറ്റാം കേട്ടോ. ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് കളർ ചെയ്ത് ടീച്ചർ ഇങ്ങനെ വെറുതെ ചെയ്തതുള്ളൂ. നിങ്ങൾ നല്ല തിക്കായിട്ട് കളർ ചെയ്ത് വേണം പരീക്ഷയ്ക്ക് പ്രസൻറ്റ് ചെയ്യാൻ. പരീക്ഷയ്ക്ക് പോകുമ്പോൾ 1 2 ക്രയോണൊക്കെ കയ്യിലെടുത്തോ കേട്ടോ. ഓക്കേ.